ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഹാന്ത്. ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഞാൻ വന്നത്. കഴിഞ്ഞ ദിവസം ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കോപ്പിറൈറ്റ് ആൻഡ് വയലേഷൻ റെക്കമെൻഡ്സ് നിഹാന്ത് ഈ ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻ യുവർ പേജ് ഈസ് അറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി. അപ്പൊ അത് കണ്ടപ്പോഴേ ഞാൻ ആ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുകയുണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയുടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ കോപ്പിറൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന മ്യൂസിക് ആണ് ഞാനത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യാറുണ്ട്. ഞാനത് ചിലപ്പോൾ റിമൂവ് ചെയ്ത് കളയും, അല്ലെങ്കിൽ അവർക്ക് ആ റവന്യൂ അവർക്ക് കൊടുക്കുന്ന രീതിയിൽ അപ്പീൽ ചെയ്ത് വിടുകയും ചെയ്യും. ഇതിപ്പം ഇന്നലെ രാത്രി പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഓപ്പൺ ചെയ്തത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ഇത് കാണിച്ചേക്കുന്നത്. നിങ്ങളുടെ പേജ് അപ്പീൽ ചെയ്ത് ക്ലിയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനകം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് പെർമനന്റ് ഡിലീറ്റ് ആയി പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ് വന്നത്. അപ്പൊ അതിന് താഴെയായിട്ട് ഒരു കമന്റ് ബോക്സ് ഉണ്ട്. അപ്പം ഇത് എന്തോ ചെയ്യണം എന്നുള്ളത് ഒരു കമന്റ് ബോക്സ് അതിന് താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കോപ്പിറൈറ്റ് വയലേഷൻ. അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ഒരു വീഡിയോ കാണിക്കുന്നു പറഞ്ഞാൽ നേരെ ക്രോമിലോട്ട് ഓപ്പൺ ആയി ഫേസ്ബുക്കിന്റെ ഒരു മെറ്റയുടെ പേജ് എടുത്തിട്ട് അത് സാമ്പിൾ കാണിക്കുന്നതാണ്. മെറ്റയുടെ പേജ് എടുത്തിട്ട് ആ കവർ പേജിന്റെ ID എന്ന് വെച്ചാൽ നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് എടുത്തിട്ട് അതിന്റെ സിസ്റ്റം വഴിയേ ചെയ്യാവൂ എന്നാണ് അവർ പറയുന്നത്. ID കോപ്പി ചെയ്ത് അവർ പറയുന്ന ആ കോളത്തിനകത്ത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ F12 അടിച്ചു കഴിഞ്ഞാൽ എലമെന്റ്സും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്തുള്ള പാസ്വേഡും കാര്യങ്ങളും എല്ലാം ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് എല്ലാം അതിൽ കാണിക്കും, ഈ എലമെന്റ്സിനകത്ത് കയറി വരും. അപ്പൊ അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് എന്തോ ഒരു സംശയം തോന്നി. പെട്ടെന്ന് ഫേസ്ബുക്ക് അങ്ങനെ പറയത്തില്ല, കാരണം മുന്നേ കൂട്ടി പേജ് റിസ്ക് ആണെന്ന് നോട്ടിഫിക്കേഷൻ മുന്നേ വരും. അപ്പോൾ റെക്കമെൻഡിൽ നിന്നുള്ള നമ്മളെ പേജ് ഗ്രീൻ മാറി റെഡ് ആവും. പിന്നെ ഏണിങ്ങിന്റെ മോണിറ്റൈസേഷൻ ഒക്കെ കട്ടാവും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫേസ്ബുക്ക് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ എന്തായാലും നേരെ യൂട്യൂബിൽ കയറി ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ആരും അങ്ങനെ വീഡിയോ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ക്രോമിൽ കയറി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് AI പ്രോംപ്റ്റിൽ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പം AI പ്രോംപ്റ്റിൽ ഇത് കാണിക്കുന്നു പറഞ്ഞാൽ ഇതൊരു ഫിഷിംഗ് സ്കാം ആണ്. നമ്മൾ എന്തെങ്കിലും ലോഗിൻ ചെയ്ത് ഇവർ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ലോഗിൻ ID പാസ്വേഡും എല്ലാം അവിടെ സെല്ല് ചെയ്യും. അവരത് നമ്മളെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് അവരുടേതാക്കി മാറ്റുകയും അങ്ങനെ ചെയ്യും. അപ്പം ഒരു കാരണവശാലും നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഞാനത് ക്ലിക്ക് ചെയ്തു. പക്ഷെ അപ്പോഴത്തേക്കിന് മനസ്സിലായി, അങ്ങനെയാണ് ഞാൻ തിരിച്ചിറങ്ങിയത്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും അത് ലോഗിൻ ചെയ്യരുത്. നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൂടുതലും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ് ഇങ്ങനെ വരാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ അതിനുശേഷം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നേരെ ഇത് കയറി ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഒരു കാരണവശാലും ഇത് സ്പാം ആണ്, ഫിഷിംഗ് സ്പാം എന്നാണ് ഇതിന് പറയുന്നത്. അവർ ഒരു ലിങ്ക് ഇട്ട് തന്നിട്ട് നമ്മളെ കൊണ്ട് അത് ലോഗിൻ ചെയ്യിപ്പിച്ച് അവർ പറയുന്ന രീതിയിൽ ചെയ്തു കൊടുത്തിട്ട് ഈ പാസ്വേഡും ID അവർക്ക് ചെല്ലും. പിന്നെ നമ്മളുടെ പേജ് സ്റ്റാറ്റസ് എപ്പോഴും ചെക്ക് ചെയ്യുക, ഗുഡ് ആണോ ബാഡ് ആണോ, നമ്മൾ കോപ്പിറൈറ്റ് വയലേഷൻ ചെയ്യുന്നുണ്ടോ, അങ്ങനെല്ലാം ചെക്ക് ചെയ്യുക എപ്പോഴും. റെക്കമെൻഡ്സ് എന്ന് പറഞ്ഞാണ് വരുന്നത്. അതിന്റെ പേജിന്റെ പേരെന്ന് പറഞ്ഞാൽ ആ പേജ് അവർ ക്രിയേറ്റ് ചെയ്തതാണ്. കോപ്പിറൈറ്റിന്റെ വയലേഷൻ എന്ന് പറഞ്ഞൊരു പേജ് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേജ് വെച്ചിട്ടാണ് ഒരു നോട്ടിഫിക്കേഷൻ റെക്കമെൻഡ് എനിക്ക് ചെയ്തിട്ട് ആ പേജ് വെച്ചിട്ട് തന്നെ അതിന്റെ താഴെ കമന്റ് ചെയ്തു, ഈ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ആ കമന്റ് കയറിയിട്ടാണ് ഞാൻ നോക്കിയപ്പോഴാണ് ഈ വീഡിയോ കാണുന്നതും അങ്ങനെയാണ് ഈ സംശയം വന്നതും ഇത് ചെയ്യുന്നത്. അപ്പം ഒരു കാരണവശാലും ചെയ്യരുതെന്നാണ് ഞാൻ പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരാം. താങ്ക് യു.